ഇവിടെ വന്നവർ ആരോടെങ്കിലും പറഞ്ഞായിരുന്നോ? ആരോടും പറഞ്ഞില്ലേ? ആരെങ്കിലൊക്കെ അറിയിക്കാൻ പാടില്ലായിരുന്നോ? നമ്മളൊക്കെ സഹായിക്കാനുണ്ടായിരുന്നല്ലോ. ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ഒരു മനുഷ്യന് എത്ര ദിവസം കഴിയാൻ പറ്റും? ദാ ഈ കാണുന്ന മനുഷ്യൻ പത്തനംതിട്ട നഗരത്തിലെ റിംഗ് റോഡരികിലെ ഈ ഷെഡിലേക്ക് എത്തിയപ്പോൾ ആരോഗ്യവാനായിരുന്നു. ഇപ്പോൾ തീരെ വയ്യ. എന്തു പറ്റിയെന്ന് ചോദിച്ചറിഞ്ഞു. വീട്ടില് ഇളയ ആഹാരവും വെള്ളവുമാണ് അടിയന്തരമായി വേണ്ടത്. അത് എത്തിച്ചു നൽകി. സ്ഥലം MLA അബിൻ വർക്കിയെ വിവരം അറിയിച്ചു. നിമിഷങ്ങൾക്കകം അബിൻ വർക്കി MLA സ്ഥലത്തെത്തി. 70-കാരനായ സുകുമാരനോട് MLA കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇവിടെ വന്നവർ ആരോടെങ്കിലും പറഞ്ഞായിരുന്നോ? ആരോടും പറഞ്ഞില്ലേ? ആരെങ്കിലൊക്കെ അറിയിക്കാൻ പാടില്ലായിരുന്നോ? നമ്മളൊക്കെ സഹായിക്കാനുണ്ടായിരുന്നല്ലോ. ആ ഓഫീസറെ, ഞാനിപ്പോ നിൽക്കുന്നേ നമ്മുടെ ആക്സിസ് ബാങ്കിന്റെ ഓപ്പോസിറ്റ് ആണ്. നമ്മുടെ സ്റ്റേഡിയം നിൽക്കുന്നത്. ഈ നന്നൂക്കാടുള്ള ഒരാളാണ്. വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ 2 മാസമായിട്ട് ഇവിടെ ഈ ഷെഡിൽ കിടക്കുവാന്നാണ് പറഞ്ഞത്. അപ്പൊ ഒന്ന് പെട്ടെന്ന് ഇവിടെ വരാനുള്ള സാഹചര്യം ഉണ്ടോ? വന്നോണ്ട് മതിയായ ചികിത്സയും സുരക്ഷയും സുകുമാരൻ ഉറപ്പുവരുത്തുമെന്ന് അബിൻ വർക്കി MLA വ്യക്തമാക്കി. ഇപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ അറിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ആണ് അദ്ദേഹം കുറച്ച് നാളായിട്ട് ബുദ്ധിമുട്ടിലാണെന്ന് മനസ്സിലാവുന്നു. എന്തോ കുടുംബപരമായ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ സാമൂഹ്യ സുരക്ഷാ ഓഫീസറെ വിളിച്ചിട്ടുണ്ട്. അവരിപ്പോൾ തന്നെ എത്തി ബാക്കി എന്താണോ വേണ്ട നടപടികൾ അത് മുഴുവൻ സ്വീകരിക്കും. അദ്ദേഹത്തിൻ്റെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. അബിൻ വർക്കി MLA സാമൂഹ്യനീതി വകുപ്പ് ജില്ലാ ഓഫീസർ ഷംല ബീഗത്തെ വിവരമറിയിച്ചു. സാമൂഹ്യനീതി വകുപ്പ് ജില്ലാ ഓഫീസർ ഉടൻ സ്ഥലത്തെത്തി. അടിയന്തരമായി സ്ഥലത്തേക്ക് ആംബുലൻസ് എത്തിക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ജില്ലാ ഓഫീസർ നിർദ്ദേശം നൽകി. ആംബുലൻസ് സ്ഥലത്തെത്തി. വയലത്തലയിലെ സർക്കാർ ഓൾഡ് ഏജ് ഹോമിലേക്ക് സുകുമാരനെ മാറ്റി. മാഡമൊക്കെ എല്ലാവരും മാഡത്തിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോകും. എന്നിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ കേട്ടോ. ഒന്നുകൊണ്ട് പേടിക്കണ്ട. ധൈര്യമായിട്ട് കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കേട്ടോ. സുകുമാരനെ പോലെ നിരവധി പേർ ജീവിത സായാഹ്നത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് തെരുവിൽ കഴിയുന്നുണ്ടാകും. ജനപ്രതിനിധികളും തെക്ക് മാറ്റാവുന്നതേയുള്ളൂ. സുകുമാരൻ കിടന്നിരുന്ന ഷെഡിന് സമീപം പച്ചക്കറിക്കട നടത്തിയിരുന്ന ചെറുപ്പക്കാരനും സമീപത്തെ ബാങ്കിലെ ജീവനക്കാരും എല്ലാം ചേർന്നാണ് ഇതുവരെ സുകുമാരന് ഭക്ഷണവും വെള്ളവും എത്തിച്ചിരുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.